പുതുജീവൻ. പുതുജീവൻ ശ്രോതാക്കൾക്ക് ക്രിസ്തീയ വന്ദനം. ഒരു വിശുദ്ധ ദിവസം കൂടി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും നമുക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കാം. ഡോക്ടർ പ്രസാദ് ചെറിയാൻ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു. പ്രാർത്ഥനാപൂർവം ശ്രദ്ധിച്ചാലും. ഏതാണ്ട് 34 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അന്നു മുതൽ അവന്റെ സാക്ഷിയായി നിൽക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 30-31 വാക്യങ്ങൾ. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? മനുഷ്യജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യമാണിത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം എന്ന് കർത്താവായ യേശുക്രിസ്തു ചോദിക്കുന്നു. അതിപ്രധാനമായ ഈ വിഷയത്തെപ്പറ്റിയുള്ള അജ്ഞത, തെറ്റായ ധാരണകൾ, അവഗണന ഇതൊക്കെയും വലിയ അപകടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. ആകയാൽ രക്ഷ എന്ന വിഷയവും അതിനോട് ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ മാന്യ കേൾവിക്കാർക്കായി പ്രക്ഷേപണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം പൂർണ്ണമായും ദൈവവചനമാണെന്നും തെറ്റുകളില്ലാത്തതാണെന്നും ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ വിശ്വസിക്കുന്നില്ല എങ്കിൽ ദയവായി ഈ പരിപാടി തുടർച്ചയായി ശ്രവിക്കുവാൻ താങ്കളെ ഞാൻ ക്ഷണിക്കുന്നു. എന്റെ ദൈവം അന്ധകാരം നീക്കി ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്ക് പ്രകാശം നൽകുന്നവനാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമക്കൾ ഈ പരിപാടിക്കായും പരിപാടി സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? ഈ ചോദ്യം ചോദിച്ചത് ഒരു കാരാഗ്രഹ പ്രമാണി എന്ന് പറഞ്ഞാൽ ജയിൽ സൂപ്രണ്ടാണ്. തടവുകാരായ 2 വ്യക്തികളോടാണ് ഈ ചോദ്യം ചോദിച്ചത്. ചോദ്യം തന്നെ അസാധാരണമായ പശ്ചാത്തലം വെളിപ്പെടുത്തുന്നു. ഒരു ജയിൽ സൂപ്രണ്ട് തടവുകാരെ യജമാനന്മാരെ എന്ന് വിളിക്കുക സാധ്യമല്ല. അങ്ങനെ വിളിച്ച സംഭവം വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്നു. എന്താണ് ഈ അസാധാരണ സംഭവത്തിന് കാരണം? ആരാണ് ഈ ജയിൽ പുള്ളികൾ? അപ്പോസ്തലനായ വിശുദ്ധ പൗലോസും ശീലാസും. അവരെ അടിച്ച് മുറിവേൽപ്പിച്ച് കാരാഗ്രഹത്തിൽ അടച്ച പശ്ചാത്തലം 16-ാം അധ്യായം വിവരിക്കുന്നു. സമയം അർദ്ധരാത്രി. സാധാരണ മനുഷ്യർ സുഖനിദ്ര ചെയ്യുന്ന സമയം. അസാധാരണ കാര്യങ്ങൾ അവിടെ കാണുന്നു. രക്തം അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകിയിട്ടുണ്ട്. മുറിവുകൾ കഴുകി കെട്ടിയിട്ടില്ല. കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ടവരായി കാരാഗ്രഹത്തിലെ ദുർഗന്ധം വമിക്കുന്ന ഇരുളടഞ്ഞ മുറിയിൽ വേദനയുടെയും കണ്ണുനീരിന്റെയും നടുവിൽ അർദ്ധരാത്രി സമയം പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. പെട്ടെന്നൊരു വലിയ ഭൂകമ്പമുണ്ടായി. ബന്ധിച്ചിരുന്ന ചങ്ങലകൾ അഴിഞ്ഞ് താഴെ വീണു. തങ്ങൾക്ക് മുൻപിൽ അടച്ചുപൂട്ടിയിരുന്ന കതകുകൾ തുറക്കപ്പെട്ടു. പരിഭ്രാന്തനായ ജയിൽ സൂപ്രണ്ട് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കാരാഗ്രഹത്തിന്റെ വാതിലുകളൊക്കെയും തുറന്നു കിടക്കുന്നു. ചങ്ങലകൾ അഴിഞ്ഞു വീണു. തടവുകാർ രക്ഷപ്പെടാതെ സൂക്ഷിപ്പാൻ ബാധ്യസ്ഥനായ താൻ അവർ രക്ഷപ്പെട്ടുവെന്ന് കരുതി ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് എന്ന് സ്നേഹത്തിന്റെയും മനസ്സലിവിന്റെയും അസാധാരണ വാക്കുകൾ ഉച്ചരിക്കുന്ന ഈ തടവുകാർ സാധാരണക്കാരല്ല. എന്തുകൊണ്ടവർ ഓടിക്കളഞ്ഞില്ല? ഇതെന്ത് സ്വഭാവം, എന്ത് ശാന്തത! തനിക്കില്ലാത്ത പലതും അവർക്കുണ്ട്. അമാനുഷികമായ സന്തോഷം, സമാധാനം അവരെ ഭരിക്കുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ ശക്തി അവർക്കായി അവരിൽ കൂടി പ്രവഹിക്കുന്നത് ജയിൽ സൂപ്രണ്ട് നേരിൽ കണ്ടു. ഇവരെ ഒതുക്കുവാനോ അടക്കുവാനോ തകർക്കുവാനോ ജയിലിനോ പട്ടാളത്തിനോ ഗവൺമെന്റിനോ കഴിയുന്നതല്ല എന്ന് വ്യക്തമായി. അവർ അനുഭവിക്കുന്ന രക്ഷ, സന്തോഷം, സമാധാനം തനിക്കും ആവശ്യമാണ് എന്ന് കാരാഗ്രഹ പ്രമാണി മനസ്സിലാക്കി. ലോകപ്രകാരം വലിയവനാണെങ്കിലും തന്റെ ജീവിതം തകർച്ചയിലാണ്. താൻ ഒന്നുമില്ലാത്തവനാണ്. അതാണ് തടവുകാരെ യജമാനന്മാരെ എന്ന് വിളിക്കുവാൻ കാരണം. ഈ തടവുകാർ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. രാജാതിരാജാവും കർത്താതികർത്താവുമായ ദൈവത്തിന്റെ മക്കൾ. യേശുക്രിസ്തു കടന്നുചെന്ന് രൂപാന്തരപ്പെടുത്തിയ അനുഗ്രഹീത ജീവിതങ്ങൾ. കണ്ണുനീരിന്റെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തെ സ്തുതിപ്പാനും പാട്ടുകൾ പാടുവാനും സ്തോത്രം ചെയ്യുവാനും തന്റെ മക്കൾക്ക് കഴിയും. ഹാലലൂയ, ദൈവത്തിന് സ്തോത്രം. കണ്ണുനീരിൽ കൂടി, പ്രശ്നങ്ങളുടെ തീച്ചൂളയിൽ കൂടി കടന്നുപോകുന്ന ദൈവ പൈതലേ, നീ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുക. നിന്റെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം ദൈവശക്തിയിൽ ഉലയ്ക്കപ്പെടും. ബന്ധനങ്ങൾ അഴിയപ്പെടും. നിന്റെ മുമ്പിൽ അടയ്ക്കപ്പെട്ട വാതിലുകൾ തുറക്കപ്പെടും. നിന്റെ സന്തോഷം ലോകം കാണട്ടെ. സ്തോത്രസ്വരം ലോകം ശ്രവിക്കട്ടെ. അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രശ്നപരിഹാരിയായ, ശക്തനായ, രക്ഷകനായ, 10,000-ങ്ങളിൽ അതിസുന്ദരനായ നിന്റെ പ്രാണപ്രിയനെ ലോകം കാണട്ടെ. കാരാഗ്രഹ പ്രമാണി അത് കണ്ടറിഞ്ഞു. അവനും കുടുംബവും
യേശുവിനെ അവരുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. താനും കുടുംബവും യേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചു. രക്ഷ പ്രാപിക്കാനുള്ള ആഗ്രഹം അഥവാ മോക്ഷത്തിനായുള്ള വാഞ്ച എല്ലാവർക്കും തന്നെ ഉണ്ട്. അതിനുള്ള വഴി അറിഞ്ഞുകൂടാത്തവരും വഴി തെറ്റിയവരും അറിഞ്ഞിട്ടും ശരിയായ വഴിയിൽ കാൽ വയ്ക്കാത്തവരുമുണ്ട്. ചില വർഷങ്ങൾക്ക് മുൻപ് മതപരമായ കാര്യങ്ങളിൽ അതീവ തൽപരനായ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ഞാൻ കണ്ടുമുട്ടുകയുണ്ടായി. തന്റെ മോക്ഷപ്രാപ്തിക്കായി വളരെ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുകയും ധാരാളം മതാനുഷ്ഠാനങ്ങൾ പാലിക്കുകയും പല നല്ല കാര്യങ്ങളും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, മോക്ഷം പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയ ശേഷം തറയിലേക്ക് തന്നെ നോക്കിയിരുന്നു. 3 പ്രാവശ്യം ഞാൻ എന്റെ ചോദ്യം ആവർത്തിച്ചു. 3-ാം പ്രാവശ്യം അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കിയ ശേഷം തനിക്ക് അറിഞ്ഞുകൂടാ എന്ന് കൈമലർത്തി കാണിച്ചു. അപ്പോൾ രക്ഷ പ്രാപിപ്പാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. വളരെ ലളിതമായ ഭാഷയിൽ പാപിയായ മനുഷ്യന്റെ ഏക രക്ഷാമാർഗം കർത്താവായ യേശുക്രിസ്തു ആണെന്നും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ശിക്ഷ തന്റെ മേൽ ഏറ്റുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റുവെന്നും അവനെ വിശ്വസിക്കുകയും അവനെ രക്ഷകനായി സ്വന്തം ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് അവൻ രക്ഷ സൗജന്യമായി ആ നിമിഷത്തിൽ തന്നെ നൽകുന്നു എന്നും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു. താൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് എന്റെ അടുക്കിലേക്ക് വന്ന് പ്രാർത്ഥിച്ച് യേശുവിനെ തന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. എന്നെ ശ്രവിക്കുന്ന പ്രിയ സഹോദര സഹോദരി, മോനെ മോളെ, നിന്റെ പാപത്തിന്റെ ഭാരം താങ്ങാനാവാതെ രക്ഷാമാർഗം എന്തെന്നറിയാതെ നീ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നുണ്ടാവും. പലതും ചെയ്തു, പലയിടത്തും പോയി, ഒരുപക്ഷെ ധാരാളം പണവും ചെലവ് ചെയ്തു കാണും. എങ്കിലും ആത്മശാന്തി ലഭിക്കാതെ നിരാശയിൽ കഴിയുകയാവാം. ഒരുപക്ഷെ കാരാഗ്രഹ പ്രമാണിയെപ്പോലെ സമുദായത്തിൽ വലിയ ഉന്നത വ്യക്തിയായിരിക്കാം. ധനം, സ്ഥാനം, അധികാരം, അംഗീകാരം, നല്ല ചുറ്റുപാടുകളെല്ലാം കണ്ടേക്കാം. പ്രശ്നങ്ങളുടെ നടുവിൽ ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിച്ചിരിക്കാം. ചിന്തിക്കുന്നുണ്ടാവും, നിനക്ക് യേശു ആവശ്യമാണ്. സമാധാനമില്ലാത്ത, ദൈവത്തോട് നിരക്കാത്ത നിന്റെ ജീവിതം, കുടുംബം തകർച്ചയുടെ വക്കീലെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ സമാധാനത്തിനായി നീ പരക്കം പായുന്നുണ്ടാവും. മനുഷ്യന്റെ വഴികളും പദ്ധതികളും ഉപേക്ഷിച്ച് ദൈവശബ്ദത്തിന് കീഴ്പ്പെടുമെങ്കിൽ ദൈവം അരുളി ചെയ്യുന്നത് ശ്രദ്ധിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാൻ 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശു നിന്റെ പാപത്തിന്റെ ശിക്ഷ വഹിച്ചുകൊണ്ട് നിന്റെ സ്ഥാനത്ത് കാൽവറി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റു. രക്ഷയ്ക്കുള്ള വഴി അവൻ തുറന്നിട്ടു. അവൻ മാത്രം പാപിയുടെ രക്ഷകൻ. അവനെ വിശ്വസിക്കുകയും നിന്റെ രക്ഷകനായി അവനെ സ്വീകരിക്കുകയും ചെയ്യുമോ? കർത്താവേ, എന്റെ പാപം ക്ഷമിക്കണമേ. എന്റെ പാപങ്ങൾക്കായി നീ മരിച്ചതിനായി സ്തോത്രം. എന്റെ ഹൃദയം ഞാൻ നിനക്കായി തുറന്നു തരുന്നു. എന്റെ ഹൃദയത്തിൽ കടന്നു വരണമേ എന്ന ഹൃദയംഗമായ പ്രാർത്ഥനയോടെ അവനെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും നിന്റെ ജീവിതം അവനായി സമർപ്പിക്കുകയും ചെയ്യുമോ? നീ അങ്ങനെ ചെയ്യുന്നു എങ്കിൽ വിശ്വസ്തനായ കർത്താവ് ഈ നിമിഷം നിന്റെ ഉള്ളിൽ കടന്നു വരും, നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. രക്ഷ അഥവാ മോക്ഷം ഈ നിമിഷത്തിൽ തന്നെ നിന്റെ അവകാശമായി തീരും. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. തുടർന്നുള്ള ഞായറാഴ്ചകളിൽ രക്ഷ എന്തുകൊണ്ട് ആവശ്യമായിരിക്കുന്നു? എന്തുകൊണ്ട് യേശുക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ ലഭിക്കുന്നു? യേശു ആര്? വിശ്വാസം, കൃപ, രക്ഷയുടെ വിവിധ വശങ്ങൾ, ക്രിസ്തീയ ജീവിത അനുഗ്രഹങ്ങൾ, അവകാശങ്ങൾ, ഉന്നത അനുഭവങ്ങൾ തുടങ്ങി പലതും മനസ്സിലാക്കാവുന്നതാണ്. ഈ പരിപാടികൾക്കായി നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിശയുടെ നിശബ്ദതയിൽ നിരാശ തന്നീർ ചുഴിയിൽ ഞാൻ നിരാലംബനായി നിന്നപ്പോൾ നീ തന്നെനിക്കു നിൻ വലം കരം. നിശയുടെ നിശബ്ദതയിൽ നിരാശ തന്നീർ ചുഴിയിൽ ഞാൻ നിരാലംബനായി നിന്നപ്പോൾ നീ തന്നെനിക്കു നിൻ വലം കരം.
നിശബ്ദതയിൽ ഇന്നു നീ എന്നിൽ ജീവിക്കുന്നു, ഇന്നു ഞാൻ പൂർണ്ണനായി തീർന്നു, ഇന്നു നീ എന്നിൽ ജീവിക്കുന്നു, ഇന്നു ഞാൻ പൂർണ്ണനായി തീർന്നു, ഇന്നു നീ സകലത്തിനും മതിയായവൻ, ഇന്നു നീ സകലത്തിനും മതിയായവൻ, ഇന്നുമെന്നും മതി നീ യേശുവേ. നിശയുടെ നിശബ്ദതയിൽ നിരാശ തന്നീർ ചുഴിയിൽ ഞാൻ നിരാലംബനായി നിന്നപ്പോൾ നീ തന്നെനിക്കു നിൻ വലം കരം. നിശയുടെ നിശബ്ദതയിൽ ഒരു നാൾ മേഘേ നീ വരുമ്പോ ഒപ്പമെത്തിയിടും ഞാൻ വിശുദ്ധനാ. ഒരു നാൾ മേഘേ നീ വരുമ്പോ ഒപ്പമെത്തിയിടും ഞാൻ വിശുദ്ധനായി. ഓമന പേരിൻ വിളി കേട്ടിടാനായി, ഓമന പേരിൻ വിളി കേട്ടിടാനായി, ഓർമ്മകളായി ഞാൻ നിന്നിടുന്നേ. നിശയുടെ നിശബ്ദതയിൽ നിരാശ തന്നീർ ചുഴിയിൽ ഞാൻ നിരാലംബനായി നിന്നപ്പോൾ നീ തന്നെനിക്കു നിൻ വലം കരം. നിശയുടെ നിശബ്ദതയിൽ ഈ പൊതുജീവൻ ശ്രോതാക്കൾക്ക് ക്രിസ്തീയ വന്ദനം. ഒരു വിശുദ്ധ ദിവസം കൂടി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും നമുക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കാം. ആട്ടിടയാ ആട്ടിടയാ നീ മാത്രം നല്ല ഇടയൻ, നീ മാത്രം നല്ല ഇടയൻ. ആടുകൾക്കായി ജീവൻ നൽകിയ നീ മാത്രം നല്ല ഇടയൻ. ആട്ടിടയ
മാത്രം നല്ല ഇടയൻ. കാണാതെ പോയ എന്നെ തേടി വന്നല്ലോ നീ ചാരേ. കാണാതെ പോയ എന്നെ തേടി വന്നല്ലോ നീ ചാരേ. നിത്യജീവൻ നൽകിയ ദേവാ, നീ മാത്രം നല്ല ഇടയൻ, നീ മാത്രം നല്ല ഇടയൻ. ആട്ടിടയാ ആട്ടിടയാ, നീ മാത്രം നല്ല ഇടയൻ, നീ മാത്രം നല്ല ഇടയൻ. ആടുകളെ തേടി നീ ഒരു നാളും കൈവിടതേ. ആടുകളെ തേടി നീ ഒരു നാളും കൈവിടതേ. അന്ത്യത്തോളം നടത്തുന്ന ദേവാ, നീ മാത്രം നല്ല ഇടയൻ, നീ മാത്രം നല്ല ഇടയൻ. ആട്ടിടയാ ആട്ടിടയാ, നീ മാത്രം നല്ല ഇടയൻ, നീ മാത്രം നല്ല ഇടയൻ. ഡോക്ടർ പ്രസാദ് ചെറിയാൻ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു. പ്രാർത്ഥനാപൂർവം ശ്രദ്ധിച്ചാലും. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. ഒരു മനുഷ്യൻ പാപിയാണെന്ന ബോധ്യമുണ്ടാകത്തിടത്തോളം കാലം രക്ഷയുടെ ആവശ്യബോധം അവന് ഉണ്ടാകുന്നില്ല. ഇന്ന് അനേകരുടെയും സന്മാർഗബോധം തങ്ങൾ പാപികളല്ല എന്ന് കരുതുവാനും സുവിശേഷം കേൾക്കുമ്പോൾ അത് തങ്ങൾക്ക് ബാധകമല്ല, മറ്റു പലരെയും ചൂണ്ടിക്കൊണ്ട് പാപികളായ അവർക്കാണിത് എന്ന് പറഞ്ഞ് ദൈവവഴിയിൽ പ്രവേശിക്കാതെ സ്വന്തം വഴിയിൽ തുടരുവാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ എന്റെ സ്വന്തത്തിലുള്ള ഒരു കൊച്ചമ്മ വളരെ കുപിതയായി എന്നോട് ഇങ്ങനെ ചോദിച്ചു, എടാ, നീ രക്ഷിക്കപ്പെട്ടത് നിന്റെ അപ്പച്ചനോട് ചോദിച്ചിട്ടാണോ? നിന്റെ അപ്പൻ ഒരു ഉപദേശിയല്ലേ, ഒന്ന് ചോദിച്ചിട്ട് ചെയ്യേണ്ടതായിരുന്നു. രക്ഷ എന്നാൽ എന്ത് എന്നോ ഉപദേശി എന്നാൽ എന്ത് എന്നോ മതിലേൽ കുരുത്ത ഒരു ക്രിസ്ത്യാനിയെന്ന് അഭിമാനിക്കുന്ന എന്റെ കൊച്ചമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. രക്ഷിക്കപ്പെട്ടതിനാൽ എന്തോ ഭയങ്കര കുഴപ്പം ഞാൻ ഉണ്ടാക്കി എന്ന് കൊച്ചമ്മയ്ക്കറിയാം. ഇങ്ങനെ ധാരാളം കൊച്ചമ്മമാരും അച്ചായന്മാരുമുണ്ട്. ഒരുപക്ഷെ ഇത്രയും കൂടുതൽ അജ്ഞത അവർക്കില്ലായിരിക്കാം. പക്ഷേ രക്ഷിക്കപ്പെടുക എന്നത് മറ്റാർക്കോ വേണ്ടിയുള്ളതാണ്. ഞങ്ങൾ നല്ല കുടുംബത്തിൽ പിറന്നവർ, പാരമ്പര്യമായി ക്രിസ്ത്യാനികൾ, അച്ഛന്മാരുടെയും ബിഷോപ്പന്മാരുടെയും ഉപദേശിമാരുടെയും കുടുംബം, പള്ളി പണിയിച്ചത് ഞങ്ങൾ, പള്ളി ഞങ്ങളുടേത്, പള്ളിയുടെ നിയന്ത്രണവും ഞങ്ങളുടേത്. ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ആർക്കും ഉപദ്രവം വരുത്തുന്നില്ല. രക്ഷിക്കപ്പെടേണ്ട ആവശ്യം ഞങ്ങൾക്കെന്താണ്? സ്നേഹിത, ഈ തെറ്റിദ്ധാരണ മാറ്റിയെങ്കിലേ സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയൂ. രക്ഷ എല്ലാ മനുഷ്യർക്കും ആവശ്യമെന്ന് ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. തെറ്റുകളില്ലാത്തതും തെറ്റുകൾക്ക് അതീതവുമായ വിശുദ്ധ വേദപുസ്തകം ഒന്നുകിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനനുസരണമായി ജീവിക്കുകയും ചെയ്യുക. അല്ലാത്ത പക്ഷം ഇതിന്റെ പേരും പറഞ്ഞ് താങ്കൾ ആരായിരുന്നാലും അത് താങ്ങി നിൽക്കുന്നത് എന്തിന്? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു എന്ന് ദൈവവചനം പറയുമ്പോൾ, അല്ല എനിക്ക് സ്വല്പം വ്യത്യാസമുണ്ട് എന്ന് ഒരുത്തർക്കും പറയുക സാധ്യമല്ല. എല്ലാവരും എന്ന് ദൈവവചനം പറയുമ്പോൾ ഞാൻ അതിൽ പെടുകയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല. വലിപ്പച്ചെറുപ്പം കൂടാതെ, ജാതിമത വ്യത്യാസമില്ലാതെ, സഭയുടെയോ ഭാഷയുടെയോ സ്ഥലത്തിന്റെയോ വ്യത്യാസം കൂടാതെ മനുഷ്യൻ എവിടെയും പാപി എന്ന് വ്യക്തം. രക്ഷിക്കപ്പെടാത്ത ഒരു ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന വ്യക്തി ക്രിസ്തീയ രംഗത്ത് എത്ര വലിയ സമുന്നത സ്ഥാനം അലങ്കരിച്ചാലും ആ വ്യക്തിയും ഒരു അക്രൈസ്തവനും തമ്മിൽ ദൈവം മുൻപാകെ ഒരു വ്യത്യാസവുമില്ല. രക്ഷിക്കപ്പെടേണ്ടത് രണ്ടുപേർക്കും ഒരുപോലെ ആവശ്യം. പലരും അപകടകരമായ തെറ്റിദ്ധാരണകളിൽ കഴിഞ്ഞുകൂടുന്നവരാണ്. ദൈവത്തിന്റെ പേരിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, സ്ഥാനം, പാരമ്പര്യം, ചില പ്രത്യേക അനുഭവങ്ങൾ, അതിലൊക്കെ സമാധാനപ്പെട്ട്
വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനം ശ്രദ്ധിക്കുക. 1 യോഹന്നാൻ 1:7 ഇങ്ങനെ വായിക്കുന്നു: നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വാഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. പാപമില്ലാത്ത മനുഷ്യരില്ല. മനുഷ്യൻ ജന്മനാ പാപിയെന്നും പാപജീവിതം നയിക്കുന്നവനെന്നും ദൈവവചനം വെളിപ്പെടുത്തുന്നു. റോമർ 5:12 അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ആദാം പാപം ചെയ്തപ്പോൾ മനുഷ്യജാതി മുഴുവനും വിശുദ്ധനായ ദൈവത്തിന്റെ മുൻപാകെ പാപത്തിൽ വീണുപോയി. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ എന്ന പ്രയോഗം അത് വെളിപ്പെടുത്തുന്നു. റോമാലേഖനം 5 ആദാം എന്ന ഏക മനുഷ്യനിൽ വീണുപോയ മനുഷ്യജാതിയെയും ക്രിസ്തു എന്ന ഏകനിൽ ലഭ്യമാകുന്ന രക്ഷയെയും വിവരിക്കുന്നു. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് 51 സങ്കീർത്തനം 5 ദാവീദും അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ എന്ന് ഇയ്യോബ് 14:4 ഇയ്യോബും പറയുന്നു. ഒരു വാക്യം കൂടെ ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യർ 15:22 ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു. ആദാമ്യ സന്തതി മരിച്ചവനാണ്. ആദാമിൽ മരണം നിശ്ചയം. ഈ സത്യം ഒന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ആദാമ്യ സന്തതിയായി ജനിച്ച ഏത് മനുഷ്യനും ഒരു വ്യത്യാസവുമില്ലാതെ പാപിയാണെന്നും അവൻ ആത്മീക മരണം സംഭവിച്ച ദൈവത്തിൽ നിന്നും വേർപെട്ടാണ് ഈ ലോകത്തിൽ പ്രവേശിക്കുന്നതെന്നും വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. നല്ല കുടുംബമോ നല്ല സഭയോ നല്ല മാതാപിതാക്കളോ ഒന്നും ഈ നിലയ്ക്ക് വ്യത്യാസം വരുത്തുന്നില്ല. എല്ലാവരും എന്നാൽ നീയും അതിൽ പെടുന്നു. രക്ഷ നിനക്കും ആവശ്യം. ദൈവത്തിൽ നിന്ന് വേർപെട്ട് അഥവാ ആത്മീക മരണം സംഭവിച്ച് ജനിച്ച നീ നിന്റെ ശാരീരിക മരണം സംഭവിക്കുന്നതിന് മുൻപ് ദൈവത്തോട് നിരക്കാത്ത പക്ഷം നിത്യനരകത്തിലേക്ക് പ്രയാണം ചെയ്യുകയാണ് എന്ന് ദൈവവചനം പറയുന്നു. മനുഷ്യൻ ജന്മനാ കർമ്മണാ പാപി എന്ന് സമ്മതിച്ചേ മതിയാകൂ. മനുഷ്യന്റെ പ്രവൃത്തികളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. മനുഷ്യന്റെ പ്രവൃത്തികൾ ദോഷമുള്ളവയെന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. ഹൃദയത്തെ തൂക്കി നോക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ സകലരും പാപികൾ. മനുഷ്യൻ കണ്ണിൽ കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. ഉൽപ്പത്തി 6:5. മത്തായി 15:19 ദുശ്ചിന്ത, കുലപാതകം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷമമുള്ളതെന്ന് യെരമ്യാവ് 17:9 കാണുന്നു. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് മത്തായി 5:28 സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു എന്ന് 1 യോഹന്നാൻ 3:15 വെളിപ്പെടുത്തുന്ന ദൈവവിശുദ്ധിയുടെ മുൻപിൽ ഏത് മനുഷ്യനും ഭാവിയെന്ന് സമ്മതിച്ചേ മതിയാകൂ. റോമാലേഖനത്തിന്റെ ആദ്യ 3 അധ്യായങ്ങൾ സകല മനുഷ്യരെയും ദൈവം തന്റെ കോടതിയിൽ നിർത്തി കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുകയാണ്. സകലരും എല്ലാവരും പാപികളെന്ന് തെളിയിക്കുകയാണ്. റോമർ 3:10 നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. 19 വാക്യം ഇങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. ഗലാത്യർ 3:22 എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിൻ കീഴ് അടച്ചു കളഞ്ഞു. എല്ലാവരും പാപികളാകയാൽ രക്ഷ എല്ലാവർക്കും ആവശ്യം. ആകയാൽ പാപം മാനവരാശിയുടെ പ്രശ്നവും അങ്ങനെയെങ്കിൽ രക്ഷ സകല മനുഷ്യരുടെയും ആവശ്യവുമാണ്. ഒന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുക സാധ്യമല്ല. രക്ഷിക്കപ്പെടേണ്ടത് എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് ആവശ്യമാണ്. കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് ഇനി ഈ പരിപാടി തുടർച്ചയായി ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്കും പറഞ്ഞൊഴിയുവാൻ സാധിക്കുകയില്ല. നിനക്ക് രക്ഷ ആവശ്യം. ഒരു ചെറിയ അനുഭവം പറഞ്ഞുകൊള്ളട്ടെ. എന്നോട് വളരെ ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ താങ്കളുടെ രക്ഷയ്ക്കായി വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ താങ്കൾ രക്ഷിക്കപ്പെട്ട ശേഷം നിങ്ങളുടെ ബൈബിൾ ക്ലാസുകളിൽ ഞാൻ സംബന്ധിച്ചപ്പോൾ എനിക്കും രക്ഷ ആവശ്യമാണെന്ന് ബോധ്യമുണ്ടാകുകയും ഞാൻ കർത്താവിനെ എന്റെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്തു. ഒരു നല്ല സഭയുടെ അംഗവും നല്ല കുടുംബത്തിൽ ജനിച്ച് ചെറുപ്പം മുതൽ ഭക്തിപരമായ ജീവിതം നയിച്ച് സഭയുടെ നല്ല കാര്യങ്ങളിൽ എന്നും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന എനിക്ക് യേശുവിനെ സ്വന്തം രക്ഷകനായി പ്രത്യേകിച്ച് ഒന്ന് സ്വീകരിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ അതിന്റെ ആവശ്യം ദൈവം എനിക്ക് വ്യക്തമാക്കി. പാപിയുടെ ഏകരക്ഷകൻ കർത്താവായ യേശുക്രിസ്തു മാത്രം. യോഹന്നാൻ 1:29 ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ എന്ന പദം ശ്രദ്ധിക്കുമോ? യേശുക്രിസ്തു ഒരു പ്രത്യേക മതത്തിന്റെയോ സമൂഹത്തിന്റെയോ ദൈവം എന്ന് തെറ്റിദ്ധരിക്കരുത്. അവൻ ലോകരക്ഷകനാണ്. സൃഷ്ടികർത്താവായ ദൈവം മനുഷ്യനായി അവതരിച്ച് സർവ്വ മനുഷ്യരുടെയും പാപത്തിന്റെ ശിക്ഷ തന്റെ മേലേറ്റ് നമുക്കായി നമ്മുടെ സ്ഥാനത്ത് കാൽവറി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ വിശ്വസിക്കുമോ? അവനെ കൈക്കൊള്ളുമോ? കർത്താവെ, ഞാൻ പാപിയെന്ന് സമ്മതിക്കുന്നു.
എന്റെ പാപങ്ങൾക്കായി അങ്ങ് മരിച്ചതിനായി നിനക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്റെ പാപം ക്ഷമിക്കണമേ, എന്റെ ഹൃദയത്തിൽ അങ്ങ് കടന്നു വരണമേ എന്ന പ്രാർത്ഥനയോടെ നിന്റെ ജീവിതം അവനായി സമർപ്പിക്കുമോ? മന്നവനെ മഹോന്നതനെ മാനവരിൻ രക്ഷിതാവേ, മാഹൃദയത്തിൽ വസിക്കും മശിഹായേ മമ നായകനേ. മന്നവനെ മഹോന്നതനെ മാനവരിൻ രക്ഷിതാവേ, മാഹൃദയത്തിൽ വസിക്കും മശിഹായേ മമ നായകനേ. ശക്തിയിൽ നിന്നും പാപിയമെന്നെ വിടുവിക്കുവാൻ, പാപത്തിൻ ശക്തിയിൽ നിന്നും പാപിയമെന്നെ വിടുവിക്കുവാൻ, പരിശുദ്ധനായവനെ നിന്റെ പരിലാളനം ഒന്നു മാത്രം. പരിശുദ്ധനായവനെ നിന്റെ പരിലാളനം ഒന്നു മാത്രം. പരിലാളനം ഒന്നു മാത്രം. മന്നവനെ മഹോന്നതനെ മാനവരിൻ രക്ഷിതാവേ, മാഹൃദയത്തിൽ വസിക്കും മശിഹായേ മമ നായകനേ. പുതുജീവൻ പുതുജീവൻ ശ്രോതാക്കൾക്ക് ക്രിസ്തീയ വന്ദനം. ഒരു വിശുദ്ധ ദിവസം കൂടി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും നമുക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കാം. മന്നവനെ മഹോന്നതനെ മാനവരിൻ രക്ഷിതാവേ, മാഹൃദയത്തിൽ വസിക്കും മശിഹായേ മമ നായകനേ. മന്നവനെ മഹോന്നതനെ മാനവരിൻ രക്ഷിതാവേ, മാഹൃദയത്തിൽ വസിക്കും മശിഹായേ മമ നായകനേ. ശക്തിയിൽ നിന്നും പാപിയമെന്നെ വിടുവിക്കുവാൻ, പാപത്തിൻ ശക്തിയിൽ നിന്നും പാപിയമെന്നെ വിടുവിക്കുവാൻ, പരിശുദ്ധനായവനെ നിന്റെ പരിലാളനം ഒന്നു മാത്രം. പരിശുദ്ധനായവനെ നിന്റെ പരിലാളനം ഒന്നു മാത്രം. പരിലാളനം ഒന്നു മാത്രം. മന്നവനെ മഹോന്നതനെ. ഡോക്ടർ പ്രസാദ് ചെറിയാൻ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു. പ്രാർത്ഥനാപൂർവം ശ്രദ്ധിച്ചാലും. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ജാതി മത വ്യത്യാസമോ സഭാവ്യത്യാസമോ സ്ഥലകാല വ്യത്യാസമോ ഭാഷാ വ്യത്യാസമോ കൂടാതെ എല്ലാ മനുഷ്യരും പാപികളാകുന്നു എന്നും ആകയാൽ രക്ഷ സകല മനുഷ്യർക്കും ആവശ്യമെന്നും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കി. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. പാപം ചെയ്ത് ദൈവതേജസ്സറ്റ മനുഷ്യൻ ആരു തന്നെയായിരുന്നാലും ലോകത്തിനടുത്ത സുഖ സൗകര്യങ്ങളും സമ്പാദ്യങ്ങളും സ്ഥാനമാനങ്ങളും അങ്ങനെ എന്തെല്ലാം ഉണ്ടെന്നിരുന്നാലും നിരാശനാണ്, അസംതൃപ്തനാണ്. തന്റെ ജീവിതത്തിന്റെ നിരാശ, അസമാധാനം, അസന്തുഷ്ടി അവനെ അന്ധകാരത്തിൽ നിന്നും അന്ധകാരത്തിലേക്ക് നീക്കുകയും തകർക്കുകയും ചെയ്യുന്നു.
ഒന്നിനും പഴുതു കാണാതെ ചിലർ ആത്മഹത്യ ചെയ്യുന്നു. പാപനിമിത്തം ദൈവത്തിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്ന മനുഷ്യൻ ആത്മീക മരണം സംഭവിച്ചവനും സമാധാനമില്ലാത്തവനുമത്രേ. ദൈവമേ, നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ സമാധാനം കണ്ടടയുവോളം ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനരഹിതമായിരിക്കുമെന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് എത്ര സത്യം. പാപം മാനവരാശിയുടെ പ്രശ്നവും ആകയാൽ രക്ഷ മനുഷ്യജാതിയുടെ ആവശ്യവുമത്രേ. പാപത്തിൽ നിന്നും കരകയറേണ്ടത് ആവശ്യം. പാപിയായ മനുഷ്യന് രക്ഷ ആവശ്യം. ഇതിനെന്താണ് മാർഗം എന്നതാണ് അടുത്തതായി നാം ചിന്തിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും നല്ലതെന്ന് തോന്നിക്കുന്ന രീതിയിൽ മനുഷ്യൻ പലതും ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കണം, ആർക്കും ഒരു ദോഷവും ചെയ്യരുത്, ഭക്തിപരമായ ജീവിതം നയിക്കണം, അതിനനുസരണമായ മതാനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യണമെന്ന് മനുഷ്യ മനസ്സ് ഉപദേശിക്കുന്നു. ഭയഭക്തിപരമായി ജീവിക്കുക, ധ്യാനം, ഉപവാസം, പ്രാർത്ഥന, നല്ല പ്രവൃത്തികൾ ചെയ്യുക, ദാനധർമ്മം ചെയ്യുക, പലതും ത്യജിക്കുക, ചടങ്ങാചാരങ്ങൾ, കൂദാശകൾ, തുടർച്ചയായി ദേവാലയത്തിൽ പോകുക, പുണ്യസ്ഥലങ്ങൾ ദർശിക്കുക, കൂടുതൽ ജ്ഞാനം ദൈവവിഷയമായി സമ്പാദിക്കുക, ദൈവശാസ്ത്രം അഥവാ വേദശാസ്ത്രം പഠിക്കുക, സന്യാസം, ദൈവിക കാര്യങ്ങളിൽ ഉത്സുകനാകുക, വേണ്ടിവന്നാൽ ശരീരത്തെ ദണ്ഡിപ്പിക്കുക. ഇങ്ങനെ സൽപ്രവൃത്തികളുടെ ഒരു നീണ്ട പട്ടിക പ്രവൃത്തികളുടെ മാർഗത്തിൽ കാണപ്പെടുന്നു. ഇവയിൽ പലതും വളരെ നല്ലതും ഒരു ഭക്തിപരമായ ജീവിതത്തിന് അനിഷേധ്യവുമാകുന്നു. എന്നാൽ ഇതൊന്നും തന്നെ പാപിയായ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുന്നതിന് പര്യാപ്തമാകുന്നില്ല എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. അതിന് ന്യായമായ കാരണങ്ങളും വിശുദ്ധ വേദപുസ്തകം നൽകുന്നു. മനുഷ്യന്റെ നീതിപ്രവൃത്തികളൊക്കെയും കറവുരുണ്ട തുണി പോലെയാകുന്നുവെന്ന് യെശയ്യാവ് 64:6 നാം വായിക്കുന്നു. മനുഷ്യന്റെ നീതിപ്രവൃത്തികൾ കറവുരുണ്ട വസ്ത്രം പോലെയെങ്കിൽ സാധാരണ പ്രവൃത്തികളുടെ സ്ഥാനം ഒന്ന് ചിന്തിക്കുക. ദൈവത്തോട് നിരക്കാത്ത, ദൈവജീവനിൽ നിന്ന് അകന്നു നിൽക്കുന്ന, ആത്മീക മരണം സംഭവിച്ച മനുഷ്യന്റെ സൽപ്രവൃത്തികൾ ദൈവത്തിന് സ്വീകാര്യമല്ല. അതിവിശുദ്ധനായ ദൈവത്തോട് നിരക്കുവാൻ പ്രവൃത്തികളാൽ സാധ്യമല്ല. 66-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ ഞാൻ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നുവെന്ന് നാം വായിക്കുന്നു. ഹൃദയത്തിൽ അകൃത്യം കരുതിയാൽ അംഗീകരിക്കാത്ത അതിവിശുദ്ധനായ ദൈവവിശുദ്ധിയുടെ മുൻപിൽ പാപിയായ മനുഷ്യന്റെ പുണ്യപ്രവൃത്തികൾ അസ്ഥാനത്താണ് എന്ന് നാം അറിയണം. ആരാധന, സൽക്കർമ്മങ്ങൾ, വേദപഠനം, ഭക്തിപരമായ ജീവിതം, ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം ഒന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അത്യാവശ്യവും അതാതിന്റെ സ്ഥാനത്ത് അനപേക്ഷണീയവും ആണ്. എന്നാൽ ഈ വക മനുഷ്യന്റെ പ്രവർത്തനങ്ങളൊന്നും അവനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ പര്യാപ്തമാകുന്നില്ല എന്നും പ്രവൃത്തികളാൽ മനുഷ്യന് രക്ഷ അസാധ്യമെന്നും ശക്തിയായും വ്യക്തമായും പറയുന്ന ഏക പുസ്തകം വിശുദ്ധ വേദപുസ്തകമത്രേ. ദൈവവചനം പറയുന്നത് ശ്രദ്ധിക്കുകയും അതിനെ കീഴ്പ്പെടുകയും ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. കൃപയാൽ വിശ്വാസം മൂലമാണ് രക്ഷ എന്നും പ്രവൃത്തികളാൽ അല്ല എന്നും വിശുദ്ധ വേദപുസ്തകം വ്യക്തമാക്കുന്നു. എഫേസ്യ ലേഖനം 2:8-9 നാം വായിച്ചു കേട്ടല്ലോ. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിന് ആധാരമായ ധാരാളം വേദഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ആകയാൽ പ്രവർത്തിച്ച് ശ്രമിച്ച് നിരാശയിൽ നിന്നും നിരാശയിലേക്കും അസമാധാനത്തിൽ നിന്നും അസമാധാനത്തിലേക്കും നീങ്ങി അശരണനായി പകച്ചു നിൽക്കുന്ന മനുഷ്യനെ നോക്കി ലോകരക്ഷകനായി യേശു വിളിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മത്തായി 11:28. ഇത് തൊഴിലാളി വർഗത്തോടുള്ള ഒരു ആഹ്വാനമല്ല. യൂണിയൻ ഉണ്ടാക്കാനും ബോണസ് വാങ്ങിക്കൊടുക്കാനും പുരവെച്ചു കൊടുക്കാനും കയ്യാല കുത്തി കൊടുക്കാനുമല്ല കർത്താവ് വന്നത്. അതിനല്ല താൻ ആഹ്വാനം ചെയ്തത്. മനുഷ്യന്റെ ഭൗതിക നിലവാരം ഉയർത്തുന്നതും ഒക്കെ നല്ലതാണ്. എന്നാൽ കർത്താവ് വന്നത് പാപികളെ രക്ഷിക്കുന്നതിനത്രേ. 1 തിമോത്തി 1:15 ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആകയാൽ കർത്താവ് ആഹ്വാനം ചെയ്തത് പാപഭാരം ചുമക്കുന്ന മനുഷ്യജാതിയെയാണ്. അത് അടുത്ത വാക്യത്തിൽ മത്തായി 11:29 എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്ന വാചകത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ആത്മാവിന്റെ രക്ഷയാണ് ഇവിടെ വിഷയം. ഏറ്റവും വലിയ ഭാരം പാപത്തിന്റെ ഭാരമാണ്. മനുഷ്യർ ഈ ഭാരം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഭാരം താങ്ങാൻ നിവൃത്തിയില്ലാതെ തളർന്നു വീഴുന്നവരും ആത്മഹത്യയിൽ അവസാനിക്കുന്നവരും ധാരാളം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യൻ അശ്രാന്ത പരിശ്രമം ചെയ്യുകയാണ്, അധ്വാനിക്കുകയാണ്. അധ്വാനിക്കും തോറും ഭാരത്തിനൊരു കുറവും ലഭിക്കുന്നില്ല. ഭാരം ചുമക്കുകയും അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന നിരാശനായ മനുഷ്യ, നിന്റെ പാപഭാരം നീക്കി ആശ്വാസവും ശാന്തിയും നിത്യരക്ഷയും നൽകുവാൻ വന്ന യേശു നിന്നെ വിളിക്കുന്നു. അവങ്കിലേക്ക് വരിക. നിന്റെ പാപഭാരം ഒരു നിമിഷത്തിനുള്ളിൽ നീക്കപ്പെടും.
ഈ ലോകത്തിന് തരുവാനോ എടുക്കുവാനോ കഴിയാത്ത സമാധാനത്താലും സന്തോഷത്താലും നിന്റെ ഹൃദയം നിറയപ്പെടും. നിത്യജീവന് നീ അർഹനായിത്തീരും. ഒരു നിമിഷം അവന്റെ ശബ്ദം കേട്ട് അവന്റെ അടുക്കൽ വരുമോ? യേശുവിനെ വിശ്വസിക്കുകയും അവനെ സ്വന്തം രക്ഷകനായി ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്യുമോ? എന്നെ ശ്രവിക്കുന്ന പ്രിയ സുഹൃത്തെ, നിനക്ക് രക്ഷ ആവശ്യമാണ്. പാപത്തിന്റെ ഭാരം നിന്നെ വേട്ടയാടുന്നു. നിനക്ക് ഉറക്കമില്ല. വേദനിക്കുന്ന മനസാക്ഷിയോടെ തീക്കൊള്ളി പോലെ നിന്നെ കുത്തി തകർക്കുന്ന നിന്റെ മനസാക്ഷിയുടെ വേദനയും പേറി നീ നടക്കുകയാണ്. സമാധാനത്തിനായി, ആശ്വാസത്തിനായി ധാരാളം ഇടങ്ങളിൽ നീ ശ്രമിച്ചു, ധാരാളം പണം ചെലവ് ചെയ്തു. പക്ഷേ നിരാശ മാത്രം. ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുക. പ്രവൃത്തികളാലല്ല എന്റെ അടുക്കിലേക്ക് വരിക എന്ന് യേശു വിളിക്കുന്നു. അവന്റെ അടുക്കിലേക്ക് വരുമോ? സമുദായത്തിൽ സ്ഥാനവും നല്ല കുടുംബത്തിന്റെ അംഗത്വവും നല്ലവനെന്ന് സമുദായം പറയുന്നതിലുള്ള അഭിമാനവും കണ്ടേക്കാം. ചടങ്ങുകളിലും ആചാരങ്ങളിലും സഭാകാര്യങ്ങളിലും മതത്തിന്റെ ഇടപാടുകളിലും താൽപരനായി കഴിയുന്നുണ്ടാവാം. നീ ഭാരം ചുമക്കുന്നവനാണ്, അധ്വാനിക്കുന്നു. പക്ഷേ പാപഭാരം ചുമന്ന് നീ തളരുന്നത് വേറാരും അറിയുന്നില്ല. നിനക്ക് യേശു ആവശ്യം. എന്നോടുകൂടെ സ്കൂളിൽ പഠിച്ച ഒരു സ്നേഹിതനെ ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വീണ്ടും കണ്ടുമുട്ടുകയുണ്ടായി. പഠിച്ച കാലത്ത് അദ്ദേഹം വളരെ ഭയഭക്തിപരമായ ജീവിതം നയിച്ചിരുന്നു. പലതും സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആത്മീക ജീവിതത്തെപ്പറ്റി ഞാൻ അന്വേഷിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഓ, അതൊക്കെ അവതാളത്തിലാണ്. എനിക്ക് ആശ്ചര്യം തോന്നി. അന്നും ഇന്നും ഒരു നല്ല മനുഷ്യൻ ഭക്തിയായി ജീവിക്കുന്നു. ആത്മീക കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ നിരാശയിൽ താഴ്ന്നു. അദ്ദേഹം ഞാനും കൂടി നടന്നു പോകുമ്പോൾ വഴിമധ്യേ വെച്ചാണ് ഈ സംഭാഷണം. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, പ്രസാദിന് എന്നെ അറിയാമല്ലോ, ഞാൻ വളരെ നല്ലവനായി ജീവിച്ചു എന്ന്. തുടർന്നും വളരെ നല്ലവനായി തന്നെ കഴിഞ്ഞു. പള്ളിയിൽ തുടർച്ചയായി പോകും, വേദപുസ്തകം പഠിക്കും, ക്രമേണ ആത്മീക കാര്യങ്ങളിൽ കൂടുതൽ ഇടപെട്ടു, പലയിടങ്ങളിലും പ്രസംഗിക്കാൻ തുടങ്ങി. എല്ലാവർക്കും സന്തോഷവും മതിപ്പുമായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്ന പ്രമാണങ്ങൾ എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന്. വെറും കപടഭക്തിയാണ് എന്റേത് എന്ന്. അന്നു മുതൽ ഞാൻ ആരോടും ദൈവവചനം പറയാറില്ല. ആ റോഡിന്റെ അരികിലുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ ഞങ്ങൾ നിന്നു. ഞാൻ അദ്ദേഹത്തോട് തനിക്ക് പറ്റിയ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി. പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ ശ്രമിച്ചു. യേശു ഹൃദയത്തിലില്ലാതെ ദൈവകാര്യങ്ങളിൽ ഇടപെട്ട് രക്ഷ കണ്ടടയാമെന്ന് കരുതി. നിരാശ മാത്രം ഫലം. യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കേണ്ട ആവശ്യം ഞാൻ പറഞ്ഞ് അദ്ദേഹത്തെ മനസ്സിലാക്കി. ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ആ മനുഷ്യൻ ആ റോഡിൽ നിന്നൊരു കൊച്ചു കുഞ്ഞിനെ പോലെ കണ്ണുനീർ ധാരധാരയായി ഒഴുക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു, യേശുവേ, അങ്ങേ എനിക്ക് ആവശ്യമാണ്. എന്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്റെ ഉള്ളിൽ അങ്ങ് കടന്നു വരണമേ എന്ന്, എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് താൻ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു. സ്നേഹിത, ചടങ്ങുകളും ആചാരങ്ങളും മതവും സൽപ്രവൃത്തികളും പാപിയായ മനുഷ്യനെ രക്ഷിക്കാമായിരുന്നു എങ്കിൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. വഞ്ചിക്കപ്പെടരുത്. നിന്റെ സൽപ്രവൃത്തികളോ നിന്റെ നല്ല സഭയുടെ അംഗത്വമോ ദൈവിക കാര്യങ്ങളിലുള്ള നിന്റെ ഇടപാടുകളോ നിന്നെ രക്ഷിക്കുകയില്ല. ഒരുപക്ഷേ നീയില്ലാത്ത കമ്മിറ്റിയില്ല, നീയില്ലാത്ത മീറ്റിംഗുകളില്ല. ശരി തന്നെ, ബിഷോപ്പ് തിരുമേനി വന്നാൽ എന്നും കുന്നും നിന്റെ ഭവനത്തിലായിരിക്കും. കൊള്ളാം, നല്ല കാര്യം തന്നെ. പക്ഷേ ചടങ്ങുകളുടെയും ആചാരങ്ങളുടെയും കൺവെൻഷനുകളുടെയും കമ്മിറ്റികളുടെയും ആരാധനകളുടെയും തിരുമേനിമാരുടെയും ദൈവജനത്തിന്റെയും ഇടയിൽ കിടന്ന് യേശുവില്ലാത്തവളായി നീ മരിക്കരുത്. ബിഷോപ്പ് തിരുമേനി നിന്നെ കുഴിച്ചിട്ടാലും വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിൽ നീ ഉയർക്കുകയില്ല. വഞ്ചിക്കപ്പെടരുത്. യേശു വിളിക്കുന്നു പാപഭാരത്തിൽ നിന്നും ആശ്വാസം ലഭിക്കാൻ. നിത്യജീവൻ സ്വായത്തമാക്കുവാൻ അവനെ വിശ്വസിക്കുകയും സ്വന്തം രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്യുമോ? രക്ഷ നൽകുവാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. മോനെ, മോളെ, സഹോദര, സഹോദരി, അച്ചായ, കൊച്ചമ്മേ, യേശുവിങ്കലേക്ക് വാ, ആശ്വാസത്തിനായി, രക്ഷയ്ക്കായി. തിരുക്കരമല്ലാതെന്തുള്ളൂ, തിന്മയിൽ നിന്നും കാത്തിടുവാൻ തിരുക്കരമല്ലാതെന്തുള്ളൂ. തിരുമാവതിൽ ചാരി ഞാൻ ദേവാ തിരുസന്നിധയെത്തിടും. തിരുമാവതിൽ ചാരി ഞാൻ ദേവാ തിരുസന്നിധയെത്തിടും. തിരുസന്നിധയെത്തിടും. മന്നവനേ, മഹോന്നതനേ, മാനവരിൻ രക്ഷിതാവേ, മാഹൃദയത്തിൽ വസിക്കും
മശിഹായേ മമ നായകനേ. മന്നവനേ മഹോന്നതനേ മാനവരിൻ രക്ഷിതാവേ, മാതൃദയത്തിൽ വസിക്കും മശിഹായേ മമ നായകനേ. പുതുജീവൻ ശ്രോതാക്കൾക്ക് ക്രിസ്തീയ വന്ദനം. ഒരു വിശുദ്ധ ദിവസം കൂടി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും നമുക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കാം. കദന ഭാരവുമായി മരക്കുരിശും തോളിലേന്തി കാൽവരി മലമുകളിൽ കയറുന്നവനാര്, കണ്ടാലും ലോകത്തിൻ പാപം ചുമക്കുന്ന കർത്താവനത്രേ. കണ്ടാലും ലോകത്തിൻ പാപം ചുമക്കുന്ന കർത്താവനത്രേ. യേശു കർത്താവനത്രേ. വിയർപ്പിൽ മുങ്ങി വേദന തിന്നു വിറയാർന്ന തോലിൽ മരക്കുരിശായി. വിയർപ്പിൽ മുങ്ങി വേദന തിന്നു വിറയാർന്ന തോലിൽ മരക്കുരിശായി. വിണ്ണിൻ അധിപതി വീണു പലവട്ടം വിമുഖരായി നിന്നു പഥികർ. വിണ്ണിൻ അധിപതി വീണു പലവട്ടം വിമുഖരായി നിന്നു പഥികർ. കേണിടുന്നു കദന ഭാരം. ഡോക്ടർ പ്രസാദ് ചെറിയാൻ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു. പ്രാർത്ഥനാപൂർവം ശ്രദ്ധിച്ചാലും. എഫേസ് ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. പ്രവൃത്തികളാൽ രക്ഷ പ്രാപിക്കുക സാധ്യമല്ല എന്നും കൃപയാൽ വിശ്വാസം മൂലമാണ് രക്ഷ പ്രാപിക്കുന്നതെന്നും ദൈവവചനം വ്യക്തമാക്കുന്നു. സൽക്കർമ്മങ്ങൾ ആവശ്യമില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. തെറ്റായി ധരിക്കരുത്. സൽക്കർമ്മങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തികളിൽ വിളങ്ങിക്കാണണം എന്ന് ദൈവവചനം അനുശാസിക്കുന്നു. എന്നാൽ ഒരു മനുഷ്യന്റെയും സൽക്കർമ്മങ്ങളാലോ പുണ്യപ്രവൃത്തികളാലോ രക്ഷ പ്രാപിക്കുക സാധ്യമല്ല എന്നും വഞ്ചിക്കപ്പെടരുത് എന്നും ദൈവവചനം വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് പ്രവൃത്തികളാൽ രക്ഷ പ്രാപിക്കുക സാധ്യമല്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുവാൻ കാരണം? വ്യക്തമായ പല കാരണങ്ങൾ ദൈവവചനം തുറന്നു കാട്ടുന്നു. അവയിൽ ചിലതെങ്കിലും നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, പാപനിമിത്തം മനുഷ്യൻ മരിച്ചു കിടക്കുന്നവനാണെന്ന് ദൈവവചനം പറയുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങൾ എന്ന് രക്ഷിക്കപ്പെട്ടവരുടെ മുൻപുള്ള അവസ്ഥ എഫേസ്യർ 2:1 വെളിപ്പെടുത്തുന്നു. ആദാമിൽ എല്ലാവരും മരിക്കുന്നു എന്ന് 1 കൊരിന്ത്യർ 15:22 രേഖപ്പെടുത്തിയിരിക്കുന്നു. മരണമെന്നാൽ വേർപാടെന്നാണല്ലോ അർത്ഥം. ദൈവജീവനിൽ നിന്നകന്നവനാണ് പാപിയായ മനുഷ്യൻ. ആത്മീക മരണം സംഭവിച്ചവനാണ്. നല്ല മാതാപിതാക്കളുടെ മക്കളായി, സുവിശേഷ വേലക്കാരുടെ മക്കളായി, വലിയ കുടുംബത്തിന്റെയും നല്ല സഭയുടെയും അംഗങ്ങളുടെ മക്കളായി പിറക്കുന്ന സുന്ദരക്കുട്ടർ ആത്മീക മരണം സംഭവിച്ചാണ് ഈ ലോകത്തിൽ പിറക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഇത് പാപത്തിന്റെ ഫലം ആണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ദൈവത്തെ അറിയുവാനും അവനെ സ്നേഹിപ്പാനും സേവിപ്പാനും കഴിയുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. തന്മൂലം അവനുമായി സജീവ കൂട്ടായ്മ പുലർത്തുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മനുഷ്യനുള്ളത്. എന്നാൽ പാപം ചെയ്തതിന്റെ ഫലമായി മനുഷ്യൻ ദൈവജീവനിൽ നിന്നകന്നു, മരണം രംഗപ്രവേശനം ചെയ്തു.
പാപത്തിൽ വീണുപോയ മനുഷ്യൻ ഇരുളടഞ്ഞ വ്യക്തിത്വത്തിന് ഉടമയായി തീർന്നു. ഈ അവസ്ഥയാണ് എഫേസ്യർ 4-17 മുതലുള്ള വാക്യങ്ങൾ വിശദീകരിക്കുന്നത്. ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പാപത്തിന്റെ ഫലമായി ദൈവജീവനിൽ നിന്ന് അകന്ന മനുഷ്യൻ ദൈവത്തെ അറിയുവാൻ കഴിയുന്നില്ല, ദൈവിക കാര്യങ്ങൾ ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. 1 കൊരിന്ത്യർ 2:14 നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ പ്രാകൃത മനുഷ്യൻ എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെടാത്തവൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അതവന് ഭോഷത്വമാകുന്നു, ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവൻ. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാത്ത മനുഷ്യൻ ദൈവജീവനിൽ നിന്ന് അകന്നവനാണ്. ദൈവാത്മാവ് അവനിൽ ഇല്ലാത്തതിനാൽ, ദൈവജീവൻ അവനിൽ ഇല്ലാത്തതിനാൽ ആത്മീക കാര്യങ്ങൾ മനസ്സിലാക്കുവാനും വിവേചിപ്പാനും കഴിയുന്നില്ല. 12-ാം വാക്യത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവം തന്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നതായി നാം കാണുന്നു. രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ എത്ര നല്ലവനായിരുന്നാലും, എത്ര വിദ്യാസമ്പന്നനായിരുന്നാലും, വേദശാസ്ത്രം എത്ര നന്നായി പഠിച്ച് ഉന്നത ബിരുദങ്ങൾ സമ്പാദിച്ചെന്നിരുന്നാലും, ക്രിസ്തീയ ഗോളത്തിൽ എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരുന്നാലും അപകടകാരിയാണ്. ബുദ്ധിയിൽ നിന്നുള്ള അപഗ്രഥനം, വേദപഠനം, ആത്മീക ശുശ്രൂഷ ഇതെല്ലാം അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള പലരും വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുക, വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുക, പ്രമാണമില്ലാത്ത മാതൃകാപരമല്ലാത്ത ജീവിതം നയിക്കുക, ഇതൊക്കെ അവർക്ക് സ്വാഭാവികം മാത്രം. വിശുദ്ധ ജീവിത പ്രമാണങ്ങളെ തകർക്കുകയും ലോകത്തിനടുത്ത കാര്യങ്ങളിൽ വ്യാപൃതരായി രാഷ്ട്രീയം തുടങ്ങി ലോക സംഘടനകളിലൂടെ സഞ്ചരിക്കുകയും ഗറില്ല പ്രവർത്തനങ്ങൾക്കും ഭീകരരുടെ പ്രവർത്തനങ്ങൾക്കും കൈത്താങ്ങലുകൾ കൊടുക്കുവാൻ വരെ വേദം പഠിച്ചവരെന്ന് അഭിമാനിക്കുന്ന ചിലരെങ്കിലും ദൈവത്തിന്റെ പേരിൽ അധപ്പതിക്കുവാനുള്ള കാരണം ഇതുതന്നെയാണ്. ആകയാൽ ശ്രദ്ധിക്കുക. അപ്പച്ചനും അമ്മച്ചിയും നേർന്നതിനാൽ ദൈവവേലയ്ക്കിറങ്ങി എഞ്ചിനീയറിംഗിനോ മെഡിസിനോ ബിഎഡിനോ മാസ്റ്റേഴ്സ് ഡിഗ്രിക്കോ പ്രവേശനം ലഭിക്കാഞ്ഞതിനാൽ ബിഡിക്ക് ചേർന്നു. ഒരു തൊഴിൽ വേണമല്ലോ, പിന്നെ തൊഴിൽ നന്നാക്കുവാൻ കൂടുതൽ പഠിച്ചു, പക്ഷേ രക്ഷിക്കപ്പെട്ടില്ല. രക്ഷ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അതിന്റെ ആവശ്യവും അറിഞ്ഞുകൂടാ. പ്രിയ സുഹൃത്തെ, രക്ഷിക്കപ്പെടാത്ത താങ്കൾ ആത്മീകമായി മരിച്ചവനാണ്. മരിച്ച മനുഷ്യന് ആവശ്യം ജീവനാണ്. അത് സ്വന്തം പ്രവൃത്തികളാൽ ലഭ്യമാവുകയില്ല. മരിച്ചു കിടക്കുന്ന മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു നല്ല കാര്യം നാറ്റം വമിക്കുക എന്നതാണ്. സുമുഖനും പ്രമാണിയുമായ രക്ഷിക്കപ്പെടാത്ത വ്യക്തി സ്വാഭാവികമായും സ്വന്തം ഭവനത്തിലും സമൂഹത്തിലും ചീഞ്ഞു നാറുകയാണ്. അടുത്തു നിൽക്കുന്ന വ്യക്തിക്ക് അതറിയാം. അതുകൊണ്ടാണ് പാപിയായ മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ കറവറിന്റെ വസ്ത്രം പോലെയെന്ന് ദൈവവചനം പറയുന്നത്. പാപിയായി ആത്മീക മരണം സംഭവിച്ച മനുഷ്യന്റെ പുണ്യപ്രവൃത്തികൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. യോഹന്നാൻ 11-ാം അധ്യായത്തിൽ മരിച്ചു കിടക്കുന്ന ലാസർ എന്നു പേരുള്ള ഒരു മനുഷ്യനെ കാണാം. മരിച്ച് 4 ദിവസമായി സ്വന്തം സഹോദരികൾ കരഞ്ഞു വിലപിക്കുന്നു. നല്ല അയൽക്കാരും സ്വന്തക്കാരും ആശ്വസിപ്പിക്കുന്നു. ആ രംഗത്ത് കർത്താവായ യേശുക്രിസ്തു കടന്നുവരുന്നു. ലാസറിന്റെ കല്ലറയ്ക്കിലേക്ക് കർത്താവ് ചെല്ലുമ്പോൾ കരയുന്ന സ്വന്തം സഹോദരി പറയുന്നു, കർത്താവേ, അങ്ങോട്ട് പോകണ്ട, നാറ്റമുണ്ട്. രക്ഷിക്കപ്പെടാത്ത മനുഷ്യന്റെ അവസ്ഥ ഇതുതന്നെ. ഭവനത്തിൽ നാറ്റം, സമൂഹത്തിൽ, ജോലിസ്ഥലത്ത് എല്ലാം നാറ്റം. ചിലർക്ക് സ്വല്പനാറ്റം കാണും, ചിലർ ചീഞ്ഞഴുകുന്നുണ്ടാവും. ചിലരെ വളരെ അടുത്തെറിഞ്ഞാൽ മാത്രം മനസ്സിലാകും. നല്ലവനായി സമൂഹത്തിൽ കഴിയുന്ന വ്യക്തിയെപ്പറ്റി ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, മക്കൾ അവർ പറയും നാറ്റം വമിക്കുന്നവനെന്ന്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരിക്കൽ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരനുമൊത്ത് ഞാൻ നടന്നു പോവുകയായിരുന്നു. വേറെ ഒരു വ്യക്തി ആ പയ്യനെ വിളിച്ച് ചെവിയിൽ എന്തോ പറഞ്ഞു. അത് എന്നെപ്പറ്റിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നിന്റെ കൂടെ നടന്നാൽ ഞാനും ചീത്തയാകും എന്ന്. സത്യം, ഉപദേശിയുടെ മകൻ, നല്ലവനെന്ന് പലരും കരുതുന്ന വ്യക്തി മാതാപിതാക്കൾക്കും ക്രിസ്തീയ സമൂഹത്തിലും നല്ല കുഞ്ഞാണ്. പക്ഷേ ചിലർക്കെങ്കിലും അറിയാം ചീഞ്ഞവനാണെന്ന്. എന്നെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ സമൂഹത്തിൽ എത്ര നല്ല വ്യക്തിയായിരുന്നാലും മരിച്ചവനാണ്. താങ്കൾക്കാവശ്യം ജീവനാണ്. മരിച്ച മനുഷ്യൻ സ്വന്തം ശ്രമത്താൽ ജീവൻ പ്രാപിച്ചതായി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് അസാധ്യമായതിനാലാണ് പ്രവൃത്തിനാൽ രക്ഷ സാധ്യമല്ല എന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമാക്കുന്നത്. മരിച്ചു കിടക്കുന്ന മനുഷ്യന് ചടങ്ങുകളാലോ ആചാരങ്ങളാലോ കൂദാശകളാലോ സൽക്കർമ്മങ്ങളാലോ ജീവൻ ലഭിക്കുക സാധ്യമല്ല. അച്ഛനോ ഉപദേശികോ ബിഷപ്പോ മതാധ്യക്ഷനോ ഗുരുക്കളോ ഒന്നും മരിച്ചവന് ജീവൻ കൊടുക്കുക സാധ്യമല്ല. ജീവൻ ലഭിക്കണമെങ്കിൽ ജീവന്റെ ദാതാവിൽ നിന്ന് ലഭിക്കണം.
ജീവന്റെ ഉടയവനിൽ നിന്ന് പ്രാപിക്കണം. സൃഷ്ടികർത്താവായ ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യോഹന്നാൻ 10:10. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാൻ 14:6. പാപത്തിൽ മരിച്ചു കിടക്കുന്ന അശരണനായ മനുഷ്യനെ രക്ഷിക്കുന്നതിനു വേണ്ടി ദൈവം മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുമോ? യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല. ലാസറിന്റെ നാറ്റം വമിക്കുന്ന അവസ്ഥയിൽ യേശു കടന്നുചെന്ന് അവന്റെ കല്ലറയുടെ വാതിക്കൽ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ വാചകങ്ങൾ ആണിവ. യേശു അവന് ജീവൻ നൽകി, ലാസറെ പുറത്തു വരിക എന്ന ദൈവശബ്ദത്തിൽ അവൻ ജീവനുള്ളവനായി കല്ലറയ്ക്ക് പുറത്തു വന്നു. ലാസറിന്റെ മരണം ശാരീരിക മരണമാണ്. ആത്മീക മരണം സംഭവിച്ച നിനക്ക് ജീവൻ നൽകുവാൻ യേശു വിളിക്കുന്നു. കാരണം അവൻ മാത്രമാണ് ജീവൻ. അവൻ മാത്രമാണ് ജീവന്റെ ഉടയവൻ. അവന്റെ ശബ്ദത്തിന് നീ കീഴ്പ്പെടുമോ? അവൻ നിന്റെ ഹൃദയവാതിക്കൽ നിന്ന് മുട്ടുന്നു. ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് ഹൃദയവാതിൽ തുറന്നാൽ ഞാൻ അവന്റെ ഉള്ളിൽ വരും. നിങ്ങൾ ഒരുപക്ഷെ ഒരു ഭയങ്കര കൊലപാതകനോ, മോഷ്ടാവോ, വ്യഭിചാരിയോ, മദ്യപാനിയോ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവനോ, കുടുംബങ്ങൾ തകർത്തവനോ, നാനാ പാപങ്ങൾക്ക് അടിമയായി തകർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയോ ആയിരിക്കാം. മനസാക്ഷിയില്ലാതെ പലതും പല ക്രൂരകൃത്യങ്ങളും ചെയ്ത് ദൈവത്തിൽ നിന്നും വളരെ അകന്നു എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പാപഭാരം താങ്കളെ തളർത്തുന്നുണ്ടാവും. ദൈവം ക്ഷമിക്കയില്ല എന്ന് ഒരുപക്ഷെ കരുതിയേക്കാം. രക്ഷകനായ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിക്കാൻ വന്നിരിക്കുന്നത്. ലൂക്കോസ് 5:31. നിന്നെ അവൻ വിളിക്കുന്നു. കർത്താവ് ക്ഷമിക്കും. അവൻ നിന്നെ സ്വീകരിക്കും. തന്റെ മകനാക്കി തീർക്കും. ജീവൻ അവനിൽ മാത്രം. അവൻ ജീവൻ നൽകും. യോഹന്നാൻ 5:40 നാം ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. മനസ്സില്ലാത്തവരുടെ കൂട്ടത്തിൽ താങ്കളും പെട്ടുപോകരുതേ. ഇന്ന് അവങ്കിലേക്ക് വാ, യേശു വിളിക്കും. വാതിലിൽ നിന്നവൻ മുട്ടുന്നിതാ, സ്വർഗീയ വിളി കേൾക്കൂ. വാതിലിൽ നിന്നവൻ മുട്ടുന്നിതാ, സ്വർഗീയ വിളി കേൾക്കൂ. നിന്നോട് സ്നേഹത്തിൻ ബന്ധം പുലർത്താൻ ഹൃത്തിടെ വാതിൽ തുറക്കൂ. നിന്നോട് സ്നേഹത്തിൻ ബന്ധം പുലർത്താൻ ഹൃത്തിടെ വാതിൽ തുറക്കൂ. കാണാതെ പോയൊരു ആടിനെ പോൽ പാപത്തിൻ ആഴത്തിൽ വീണ നിന്നെ, കാണാതെ പോയൊരു ആടിനെ പോൽ പാപത്തിൻ ആഴത്തിൽ വീണ നിന്നെ, ബലമുള്ള കരം കൊണ്ടു വീണ്ടെടുപ്പാൻ കാന്തനമേശുവിൻ വിളി കേൾക്കൂ. ബലമുള്ള കരം കൊണ്ടു വീണ്ടെടുപ്പാൻ കാന്തനമേശുവിൻ വിളി കേൾക്കൂ. വാതിലിൽ നിന്നവൻ മുട്ടുന്നിതാ, സ്വർഗീയ വിളി കേൾക്കൂ. നിന്നോട് സ്നേഹത്തിൻ ബന്ധം പുലർത്താൻ ഹൃത്തിടെ വാതിൽ തുറക്കൂ. നിന്നോട് സ്നേഹത്തിൻ ബന്ധം പുലർത്താൻ ഹൃത്തിടെ വാതിൽ